ഹലോ എവരിവൺ. നമ്മൾ ഈ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് ആലോചിക്കാറുണ്ട് കുറച്ച് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എന്നും ഉപകാരപ്പെടുന്ന പോലത്തെ കുറച്ച് ടിപ്സും അല്ലെങ്കിൽ കുറച്ച് DIY പോലത്തെ എലമെൻറ്റ്സൊക്കെ നമുക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. പലപ്പോഴും സമയക്കുറവ് കൊണ്ടും ചിലപ്പോഴൊക്കെ മടി കൊണ്ടും നമുക്ക് ഇതുപോലത്തെ കണ്ടൻറ്റ് ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പുതിയ കാറുകളൊക്കെ വരുന്നതിൻ്റെ ഒരു തിരക്കിൽ നമ്മൾ ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ ചെയ്യാനായിട്ട് വിട്ടുപോകാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അത്ര ഒരു കണ്ടൻറ്റാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ വൈറ്റ് കളർ ഇൻറ്റീരിയേഴ്സ് ഉള്ള കാറുകൾ എങ്ങനെ ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാം എന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ഡീറ്റെയിലിംഗ് റിലേറ്റഡ് ആയിട്ടൊരു എപ്പിസോഡാണ് നമ്മൾ കണ്ടന്റ് വിത്ത് കാഴ്ചയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്ത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വേണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ടാറ്റ മോട്ടോഴ്സ് നമുക്കൊരു നെക്സോൺ EV കൊണ്ട് തന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആണ്. ആൻഡ് ഇത് ഇത്രയും കാലത്തെ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകൾ മുഴുവൻ കയറി ഇറങ്ങിയതിൻ്റെയൊക്കെ അഴുക്ക് എല്ലാം ഈ വണ്ടിയുടെ അകത്തുണ്ട്. സീറ്റ്സൊക്കെ അത്യാവശ്യം ഡേർട്ടിയാണ്, കുറേയധികം മാർക്സ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. പക്ഷേ എന്നാലൊരു 3000 കിലോമീറ്ററോളം പല ജേർണലിസ്റ്റുകൾ കയറി ഇറങ്ങിയതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു സൺഡേ നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത്. നമുക്കിന്ന് ഓടിക്കാൻ വേണ്ടി സൂപ്പർ കാറുകളൊന്നുമില്ല, ലാപ്പ് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി പുതിയ ട്രാക്കുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വി ഡു ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ്, നമ്മളൊരു കാർ ക്ലീൻ ചെയ്യാൻ പോകുന്നു. ആൻഡ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാനൊരു പെയിൻറ്റ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ വെൻ്റൊന്നും ക്ലീൻ ചെയ്യാനൊന്നും പോകുന്നില്ല. പകരം നമ്മൾ വീട്ടിൽ കിട്ടുന്ന കോമൺ ആയിട്ടുള്ള പോലത്തെ ക്ലീനിങ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ലോക്കൽ ആക്സറി ഷോപ്പിൽ പോലും കിട്ടുന്ന പോലത്തെ വല്ല ഫോം ക്ലീനർ, ഈ വക സാധനങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്കിതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ഉള്ള വണ്ടി വാങ്ങാൻ പേടിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് അതൊരു മൾട്ടിപർപ്പസ് ക്ലീനറാണ്. ഇത് ആംബേയുടെ ഒരു പ്രോഡക്റ്റാണ്. ഇതിൽ സോഫയുടെ പടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാർ സീറ്റ്സും ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിത് അടുക്കളയിൽ നിർത്താണ്. കുറച്ച് പഴയതാണ്, 2018 ഇത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അപ്പോൾ വളരെ പഴയൊരു പ്രോഡക്റ്റാണ്. പക്ഷേ കാറും പഴയതാണ്. ഇതിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ബേസ്ഡ് ഓൺ ആൻ ഓൾഡ് ഇൻഡിക്ക പ്ലാറ്റ്ഫോം. മോഹൻലാൽ 6 നമ്പുരാനിൽ പറയുന്ന പോലെ വണ്ടിയും പഴയതാണ്, ഞാനും പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് അങ്ങ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തു. അതിലോട്ട് നമ്മൾ നമ്മുടെ മൾട്ടിപർപ്പസ് ക്ലീനർ നമ്മൾ ആഡ് ചെയ്യാണ്. കുറച്ച് മതി. അങ്ങനെയാണ് 2018 പ്രോഡക്റ്റ് ഇത്രയും കാലം ലാസ്റ്റ് ചെയ്ത്. നല്ലോണം ഒന്ന് കലക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഒരു തോർത്ത്, നമ്മൾ വേറെ ഫാൻസി മൈക്രോ ഫൈബറും സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് ചെറുതായിട്ട് ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ ഈ സീറ്റിൻ്റെ ഡേർട്ടി ആയിട്ടുള്ള ഭാഗത്തൊക്കെ ഇതിങ്ങനെ പതുക്കെ ഒന്ന് റബ്ബ് ചെയ്ത് വിടുക. നമുക്ക് കാണാൻ പറ്റും ആഴ്ക്കൂഴ നമ്മുടെ തുണിയുമേതായിട്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പം ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, വെറ്റ് വൈപ്സ്. എൻ്റെ കേസിൽ ബേബി വൈപ്സ്. ആസ്റ്റൺ ചെറുതായിരുന്നപ്പോൾ വാങ്ങിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ആസ്റ്റൺ വലുതായപ്പോഴും ഞാനിത് വാങ്ങൽ നിർത്തിയില്ല. കാർ ക്ലീൻ ചെയ്യാൻ ഇത്രയും നല്ലൊരു സംഭവമില്ല. ഞാൻ എല്ലാ വണ്ടിയിലും മിക്കവാറും ഡാഷ്ബോർഡിൽ ഇതൊരെണ്ണം വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് വല്ലതും സ്പില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ വല്ല അഴുക്കൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പം ക്ലീൻ ചെയ്യാൻ. കാരണം ഓൾറെഡി വെറ്റാണ്, അത്യാവശ്യം അബ്സോർബൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വെച്ചിട്ട് മിക്കവാറും ചെറിയ ഭാഗങ്ങൾ, ഇപ്പോൾ ഈ സ്റ്റിയറിങ്ങുമുള്ള അഴുക്കൊക്കെ നമുക്കിത് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കളയാം. അത്യാവശ്യം പെട്ടെന്ന് ക്ലീൻ ആവും. നമുക്ക് ചെറിയ ഏരിയകളൊക്കെ വൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനോളം നല്ല സാധനമില്ല, ഒരുവിധം ക്ലീൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഏരിയ, അതുപോലെ ഈ വെൻറ്റുകളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ പെട്ടെന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറ്റ് വൈപ്സ് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഗിയർ സെലക്ടറും അങ്ങനത്തെ ഏരിയകൾ, അതുപോലെ ഇവിടേക്കുള്ള പിന്നെ പിയാനോ ബ്ലാക്കും ഉള്ള അഴുക്കും ഇതൊക്കെ കളയണമെങ്കിൽ വെറ്റ് വൈപ്സ് വളരെ യൂസ്ഫുള്ളാണ്. ഇനിയിപ്പോൾ അതുമല്ല, കുറേ കൂടി ടഫായിട്ടുള്ള അഴുക്കാണ്, കുറേ കൂടി സ്റ്റബേണായിട്ടുള്ള സ്റ്റെയിൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു ഫോം ക്ലീനർ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഒരു ലോക്കൽ ആക്സറി ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സാധാരണ ഫോം ക്ലീനറാണ്. ഇത് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ വൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് സീറ്റുമ്പോൾ ഫോം ആവും. ഒരു 10 to 12 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും അത് ആ അഴുക്കിനെ കുറേശ്ശെ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യും. അത് നമ്മളൊരു ക്ലീൻ ക്ലോത്ത് കൊണ്ട് നമ്മൾ വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മിക്കവാറും അഴുക്കൊക്കെ അതിൻ്റെ കൂടെ പോരും. ഇതിപ്പോൾ ഈ സീറ്റ്സ് ലെതററ്റ് ആയതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് സാധാരണ സോപ്പും ഇതും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ പലപ്പോഴും ഫാബ്രിക് സീറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല, നമുക്കത് വെറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഫോം ക്ലീനേഴ്സാണ്. വളരെ യൂസ്ഫുള്ളാണ്, മസ്റ്റ് ഹാവ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ ഒരു ഫോം ക്ലീനർ എപ്പോഴും മിക്കവാറും വൈറ്റ് അല്ലെങ്കിൽ ബേജ് ഇൻറ്റീരിയേഴ്സ് ഉള്ള വണ്ടിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുക. ഇത് വെച്ചിട്ട് നമുക്ക് അഴുക്ക് വളരെ എളുപ്പം കളയാം. ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മളിത് സീറ്റുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 10-15 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അഴുക്ക് ഇങ്ങനെ പോരാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഴുക്കായ ഭാഗം വെച്ചിട്ട് പിന്നെ വൈപ്പ് ചെയ്യരുത്. കാരണം ഇത് വീണ്ടും ആ സീറ്റിലേക്ക് തന്നെ സെറ്റിൽഡ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ക്ലീൻ ആയിട്ടുള്ള വേറൊരു ഏരിയ വെച്ചിട്ട് വേണം നമ്മൾ പിന്നീട് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ആൻഡ് ഇത് ഫോം ആയതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗുമൊക്കെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം, കാരണം ഇത് വേറെ ഇലക്ട്രോണിക്സ് ഒന്നും ഡാമേജ് ചെയ്യില്ല എന്നുള്ളത് വെച്ചിട്ട്. ആൻഡ് ബാക്കിയുള്ള സീറ്റുമൊക്കെ ചെയ്ത പോലെ തന്നെ ഇതൊന്നും ജസ്റ്റ് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഈ വണ്ടിയുടെ റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തോട്ട്ഫുള്ളി ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു ഭാഗം, ഈ ആംറസ്റ്റിൻ്റെ മോൾ വശമൊക്കെ ഗ്രേ കളർ, അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ ഔട്ടർ ഭാഗമൊക്കെ ഗ്രേ കൊടുത്തു എന്നുള്ളത്. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ നല്ലോണം അഴുക്കാവാൻ സാധ്യതയുള്ള ഏരിയകളാണ്. അപ്പോൾ അവരത് തോട്ട്ഫുള്ളായിട്ട് അവരതിന് ഗ്രേ കളർ കൊടുത്തതുകൊണ്ട് ഇവിടെ ഒന്നും ക്ലീൻ ചെയ്ത് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരില്ല. നമുക്ക് 4 സീറ്റുകളുടെ അപ്പർ പാർട്ട് മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ. നമുക്കിതിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ടൂൾസും വേണമെങ്കിൽ റൊട്ടേറ്റിംഗ് ബ്രഷും യൂസ് ചെയ്യാം. പക്ഷേ നമ്മളൊന്നും ചെയ്യുന്നില്ല. വി ആർ ജസ്റ്റ് യൂസിങ് പ്ലെയിൻ ഓൾഡ് എൽബോ ഗ്രീസ്. നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവർക്കും ചെയ്യാവുന്ന പോലെയാണ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ആർ ദ റിസൾട്ട്സ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളൊരു കാറിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. നമുക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അനുസരിച്ച് റിസൾട്ട് കുറച്ച് വേരി ചെയ്യും. നമ്മൾ നല്ല പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് ഓഫ് കോഴ്സ് റിസൾട്ട് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡീറ്റെയിലറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണിച്ചത്. വളരെ കോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ഉള്ള വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. കുറച്ചൊന്ന് ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ഉള്ള വണ്ടി ധൈര്യപ്പെട്ട് വാങ്ങാം. ഇന്നിപ്പോൾ നല്ലോണം ക്ഷീണിച്ചു. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.